വ്ളോഗേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ദിവസം ആറ്റുകാൽ പൊങ്കാലയാണ്. അതാണ് ഏറ്റവും സ്പെഷ്യൽ. അപ്പം നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സൗജന്യ പൊങ്കാല യാത്ര നടത്താമെന്ന് വിചാരിച്ച് നമ്മളെ വിസോഫ്റ്റിൻ്റെ വകയായിട്ട്. അപ്പം നമ്മൾ പാറശാലയിൽ നിന്ന് നമ്മളെ കിള്ളിപ്പാലം വരെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളെ മാണിക് ഭാഷയും മലാക്കുമാണ് സൗജന്യ യാത്രയ്ക്ക് പോകുന്നത്. നമ്മളെ സുൽത്താൻ ഓട്ടോ ഉണ്ട്, സുൽത്താൻ വേളാങ്കണ്ണി ട്രിപ്പ് പോയി. അപ്പോൾ നമ്മളെ രണ്ട് വണ്ടിയും രാവിലെ റെഡിയായി ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിൽ വന്നിരിക്കുകയാണ്. ഡീസൽ അടിച്ചിട്ട് വേണം പാറശാലയിലോട്ട് പോകാൻ. പൊങ്കാല യാത്രയ്ക്ക് വേണ്ടി ഭാഷ റെഡിയായി. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ ഗൈസ്, എൻ്റെ മലാക്ക് ബാക്കിലുണ്ട്. നമ്മളിതിൽ ഡീസൽ അടിക്കുകയാണ്. ഇത് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള പയ്യനാണ്. അവന് രാവിലെ പൊങ്കാല യാത്ര ഉണ്ടെന്ന് പറയുമ്പോൾ വരണമെന്ന് പറഞ്ഞ് വന്നതാണ്. ഇതറിയോ വിസോഫ്റ്റ്? നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നും നമ്മളെ ലാലു എണ്ണം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലിയറായിട്ട് വന്നത് കണ്ണൻ ചേട്ടനാണ്. മുതലാളിയുണ്ട് ഇന്നും കൂടെ. കണ്ണൻ ചേട്ടാ, ഇവിടെ 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 പൊങ്കാല യാത്ര ആളെ കിട്ടുമോ? ആളെ കിട്ടൂടാ. സമയം നിങ്ങളാണ് താമസിച്ചത്. KSR ദിവസം ഇറങ്ങുന്ന മുമ്പേ പോയിരുന്നെങ്കിൽ ആളെ കിട്ടുമായിരുന്നു. മണി 4 മണിക്ക് ബസ് ഇറങ്ങും. പിന്നെ എങ്ങനെ ആളെ കിട്ടും? ആളെ നമുക്ക് ഉള്ളവരെ ഞാൻ റെഡി തന്നെ. എത്ര വട്ടം വിളിച്ചടാ? എത്ര വട്ടം വിളിച്ചെന്നേ? നിങ്ങൾ ഫോൺ എവിടെ വെച്ചെങ്കില്? അപ്പോ ഞാൻ ഡീസൽ അടിച്ചിട്ട് വരും. നമ്മളെ വണ്ടി അടുത്ത് ഡീസൽ അടിക്കാൻ വേണ്ടി അവിടെ നിൽക്കുകയാണ്. അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ഫോട്ടോ എടുക്കാം. നമ്മളെ വണ്ടിയും ഡീസൽ അടിക്കുകയാണ്. ഇന്ന് നമ്മളെ മലാക്കിനെ എടുക്കുന്ന മുതലാളിയാണ്. നേതൃത്വം വഹിക്കുന്നത് നമ്മളെ വണ്ടിയിൽ കെട്ടിയിട്ടുണ്ട് സൗജന്യ യാത്ര. കണിച്ചേട്ടാ, ആ ബാക്കിൽ മാണിക് ഭാഷ ഇട്. അതാണ് ഗൈസ് മാണിക് ഭാഷ. എങ്ങനെയുണ്ട് ഗൈസ്? ലുക്കല്ലേ ചെറുക്കൻ? നമ്മൾ ഡീസൽ അടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോട്ട്. അപ്പോൾ ഗൈസ്, നമ്മളെ പൊങ്കാല യാത്ര നല്ല രീതിയിൽ വിജയിച്ചെന്ന് വേണം പറയാൻ. ആൾക്കാർ നമ്മളെ വണ്ടിയിൽ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനി ഏകദേശം 5-6 സീറ്റ് ഫില്ലാവാതെ ഉള്ളൂ. ഭാഷയ്ക്കും ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഞാൻ മുതലാളിക്ക് വണ്ടി കൊടുത്തില്ല. മുതലാളി ശരിയാവില്ല, വണ്ടി ഇഷ്ടപ്പെട്ടില്ല, മച്ചാടി. അതുകൊണ്ട് ഞാൻ കയറി. അപ്പോൾ നമ്മൾ വിഷമത്തിലാണ്. ഏകദേശം ഇപ്പം നമ്മൾ കളിച്ചല് ഫുള്ള് ലൈറ്റും കാര്യവും അറിയുന്നുണ്ട്. അവിടെ നമ്മളെ തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഉത്സവമാണ് ഈ ഒരു ദിവസം എന്ന് പറയാൻ. നമ്മളെ സിറ്റി അടുക്കാൻ പറ്റില്ല ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, എൻ്റെ ചേട്ടൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഇതേപോലെയൊക്കെ നമുക്ക് വണ്ടികൾ എടുക്കാൻ പറ്റുമ്പോൾ പൊങ്കാലയ്ക്ക് സൗജന്യമായിട്ടൊക്കെ. ഇത് സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് 4 മണി ആയതുകൊണ്ട് മനസ്സിലൊരു പേടിയായിരുന്നു. ആൾക്കാർ കിട്ടുമോ പക്ഷേ ഏറി നിറച്ചാളെ നമുക്ക്. ഇനി ഒരു 4-5 സീറ്റേ ഉള്ളൂ. പക്ഷേ ഇനി നിർത്തി വെക്കുകയില്ല. ഈ നമ്മൾ കയറ്റിക്കൊണ്ട് വന്നവർക്ക് കണ്ട സമയത്ത് സ്ഥലമൊന്നും കിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത്ര വലിയൊരു ആഘോഷമാണ്. ഇപ്പം ഇവർക്ക് ബ്ലോക്ക്. അതുകൊണ്ട് ഇനി നിർത്തി കഴിഞ്ഞാൽ സമയം പോകും. നമുക്ക് പെട്ടെന്ന് ഓടിപ്പോവാം. ഇപ്പം തന്നെ നല്ല ബ്ലോക്ക് ആവാറായി. ഈ സമയം ഇപ്പൊ തന്നെ ഏകദേശം ഒരു 5 മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഈ വെളുപ്പാങ്കാലത്തിന് സിറ്റിയിലെ ബ്ലോക്ക് ഒന്ന് ഇതെല്ലാം പോകുന്ന പൊങ്കാലയ്ക്ക് പോകുന്നത്. കാരണം ഈ റോഡ് നേരെ പോകുന്നത് തമ്പാനൂർ വരെ ഈ വണ്ടി പോകുന്നുള്ളൂ. ഇപ്പൊ കരമന എത്തി ബസ്. കരമന തൊട്ട് തുടങ്ങിയ ബ്ലോക്കാണത്. ഏകദേശം തമ്പാനൂർ വരെ ഈ ഒരു അവസ്ഥയായിരിക്കും. അവിടെ പൊങ്കാല പ്രമാണിച്ച്
കേരളത്തിലെ ഒരു വലിയൊരു ഉത്സവമാണത്. എനിക്ക് തോന്നുന്നു എത്ര ഒരു 1,00,000 പേരെങ്കിലും കാണത്തില്ലേ പൊങ്കാലയിടാൻ. ഏകദേശം 1,00,000 പേരെങ്കിലും പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് ഈ തിരുവനന്തപുരം ഭാഗത്തെത്തും. കേരളത്തിലെ 14 ജില്ലയിലെ ആൾക്കാർ തിരക്കെന്ന് പറഞ്ഞാൽ ഉക്കിലും തിരക്ക്. എത്ര മണിയായി? ഏകദേശം ഒരു 5-5:30 കാണും. 5:30 ഈ നേരത്തെ ഈ ബ്ലോക്കാണ്. ഇനി നമ്മളെ ആൾക്കാരെ സുരക്ഷിതമായിട്ട് അവർക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഇറക്കി വിടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതേപോലെ നടന്നാൽ മതി, ദേവി അതിനുള്ള അനുഗ്രഹം തരും. സ്ത്രീകളുടെ ശബരിമല, അതാണ് നമ്മുടെ കണ്ടില്ലേ നമ്മളെ മറ്റേ കരമന വെച്ച് റോഡ് അവർ ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അങ്ങോട്ട് വണ്ടി വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുവരെ വരാൻ പറ്റിയിട്ടുള്ളൂ. ഇവിടെ നമ്മളെ പാർട്ടീസൊക്കെ റോഡിൽ നിന്ന് കയറ്റി നമ്മളെ പൊങ്കാല ഇടാൻ വന്ന ഭക്തജനങ്ങളായ എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പൊങ്കാല ഇടാനുള്ള തിരക്കിലാണ്. സ്ഥലം പിടിക്കുക, അതാണ് അവർ ആദ്യത്തെ ലക്ഷ്യം. കണ്ടില്ലേ ബ്ലോക്ക് കണ്ടില്ലേ? ബ്ലോക്ക് ലക്ഷ്യമില്ല, ഇത്രയും ബ്ലോക്കാണ്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് ഷെഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗായ്സ്, ആറ്റുകാൽ പൊങ്കാല യാത്ര നമ്മൾ നല്ല രീതിയിൽ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇത് കെട്ടിവിട്ട ഇങ്ങനെ ഗായ്സ്. നമ്മളെ ചെറുക്കൻ ഇവിടെ ഉണ്ട്. മലാഖുണ്ട്, ബാക്കിൽ ഭാഷയുണ്ട്. മാണിക് ഭാഷ ബാക്കിലാണ്. ഗായ്സ്, ചെറുക്കൻ ഇവിടെ ഉണ്ട്. കടച്ചേട്ടാ വിജയിച്ചല്ല, നമ്പർ 1. 2 മണിക്ക് വന്നിരുന്നെങ്കിൽ 3 ട്രിപ്പ് അടിക്കായിരുന്നു. പക്ഷെ ആ നേരത്തെ ഈ ബ്ലോക്ക് കാണുമായിരിക്കും. ആദ്യത്തെ ട്രിപ്പ് തമ്പാനൂർ രണ്ടാമത്തെ ട്രിപ്പ് കുഴപ്പമില്ല, വീണ്ടും പോകുമായിരുന്നു. ഇറക്കാം. നമ്മൾ ഫ്രീ സർവീസ് കൊടുക്കുന്ന ഒരു പോലീസുകാരെ ഫോട്ടോ എടുത്താ അതെന്ത് കാര്യത്തിന് ചേട്ടാ? കൊടുക്കാൻ വേണ്ടി പാർക്ക് ചെയ്യാൻ 5 മിനിറ്റ് ആളിറങ്ങിട്ട് പോകില്ല. ഫോട്ടോ എടുത്തോണ്ട് ഞാനും അവിടെ തന്നെ ഞാൻ പറഞ്ഞു സാറേ ഇറക്കിട്ട് പോവാ. പറഞ്ഞു എന്റെ അടുത്ത് പറഞ്ഞ കാര്യം ആലപ്പുഴക്കാരൻ രാജ്യമില്ല പൊങ്കാല അവനറിയില്ല ഗായ്സ്. പൊങ്കാലയല്ലേ ഗായ്സ്, ബ്ലോക്കും കാര്യങ്ങളുണ്ട്. നമ്മളാ വണ്ടിയിൽ നമ്മളെ വിശ്വസിച്ച് വന്നവരെ നമുക്ക് അവർക്ക് കുറച്ചെങ്കിലും മുന്നോട്ട് ഇറക്കി കൊടുക്കണ്ടേ? ഇനി അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് തിരിച്ച് കുറേ ദൂരം കൊണ്ട് ഇറക്കി അവരെന്ത് ദൂരം അവർ നടന്നു പോകണം. അതുകൊണ്ടല്ലേ അവിടെ ഒതുക്കാൻ നമ്മൾ ശ്രമിച്ചത്, ആളെ ഇറക്കി വിടാൻ വേണ്ടി. എടാ അവിടെ നല്ല ബ്ലോക്കായ ഇല്ലായിരുന്നു. ഞാനും അവിടെ തന്നെ ഇറക്കിയത്, വേറെ കുഴപ്പമില്ല. അവർക്ക് എന്തോ അങ്ങനെ നമ്മളവിടെ ഞാൻ ഭാഷ അവിടെ കിടക്കണുണ്ട്. അങ്ങനെ ബ്ലോക്ക് ഒന്നും ആയിട്ടില്ല. വണ്ടികളൊക്കെ കയറി പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. ഏയ് എന്നാലും നിങ്ങളെ കൂട്ടുകാരനെ നിങ്ങൾ കൊണ്ടുവന്നില്ല. അല്ലാതെ എന്തെന്ന് കല്യാണമായി പോയി. ഞാൻ പറഞ്ഞു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നിങ്ങളെ കല്യാണം ഈ വർഷം നടക്കുന്നു. ഗൈസ്, നമ്മളെ ലല്ലു ചേട്ടന്റെ കല്യാണം ഇഷ്ടപ്പെട്ട ഒരു അത് മാത്രമേ എല്ലായിടത്തും പറഞ്ഞു. നല്ല കൊച്ച്, നല്ല പൊക്കം, നല്ല വെളുപ്പ്, നല്ല മുടി എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് പറയാൻ അവൻ ഇഷ്ടപ്പെട്ടത്. പക്ഷെ ക്രിസ്ത്യാനിയാണ്, വേറെ തരത്തിലുള്ള ക്രിസ്ത്യാനിയായിട്ട് പോകാൻ വേണ്ടി ഇഷ്ടമാണ്. അങ്ങനെ പെൺവീട്ടിൽ അങ്ങനെ പോകാൻ മാത്രമേ ഞാൻ പറഞ്ഞു ഇഷ്ടമാണെങ്കിൽ വിളിച്ചിറക്കിട്ട് വരാ. നടന്ന് നടക്കും. ആംബിയറില്ല, ധൈര്യമില്ല. അതിനൊക്കെ ധൈര്യമുള്ളത് നമ്മളെ ഈ പയ്യനേ ഉള്ളൂ. അതിനിപ്പോ ബോസ്കോക്ക് പിടിക്കും. നമ്മളെല്ലാരും ആഘോഷിക്കും. അത് നമ്മള് ആഘോഷിക്കും. അതാ കണ്ണ ചേട്ടാ, ഈ കല്യാണം നടക്കൂലേ അല്ലേ? ലല്ലു അണ്ണന്റെ ഈ കല്യാണം നടക്കും. എന്ത് ചെയ്യാൻ, യോഗം വേണമുണ്ട്, ഈ പാലുണ്ടാകും. നിങ്ങള് പെട്ടെന്ന് കെട്ടണം, നിങ്ങളെ കെട്ടിച്ചു വിടണം. ഇവൻ നമ്മളെക്കാളും മുന്നേ കെട്ടും. ആയി നേരത്തെ ആയി.
നീ ആറ്റുകാലേക്ക് പൊങ്കാലയ്ക്ക് ഫ്രീ ഓടാൻ വന്നാൽ കല്യാണം കഴിക്കുന്നത്. ഇല്ല ഇല്ല എങ്ങനെയല്ല, നമ്മള് ഇതിന്റെ ഇടയിൽ കുറച്ച് തമാശകൾ. അതാ ഞാനാണ് തീരുമാനം ഫുൾ എടുത്തത്. ഇന്നലെ വരെ നിങ്ങൾ വൈകുന്നേരം 4 മണി വരെ നിങ്ങൾ മടിച്ചു ചെയ്ത്, ഫ്ലക്സ് അടിക്കുന്ന നേരത്തെ നിങ്ങൾ മടിച്ചു ചെയ്ത്. ഭാര്യയെ കൊണ്ട് പൊങ്കാലാണ് പോണ്ടേ? എവിടാ പോ? ഞാൻ രാത്രി കൊണ്ടുവിട്ടോളെ. കൊണ്ടുവിട്ടാ? രാത്രി കൊണ്ടുവിട്ട് എത്ര കിലോമീറ്റർ നടന്നറിയാം? ഉത്തരവാദിത്തമുള്ള ഭർത്താവ്. അപ്പൊ ഇന്ന് അവള് സാരിയെ കൊടുത്ത് നല്ല അടിപൊളി എന്തെങ്കിലും കാണണ്ടേ? പൊങ്കാലിടണം. നമ്മളെ യാത്ര നമ്മളെ വിജയിപ്പിച്ചു. ഇനി എത്ര മണി ഷെഡി കൊണ്ടിടാം? ഇവിടെ ഇട്ടിട്ട് നമുക്ക് പൊങ്കാല കഴിഞ്ഞ് ഒരു റൗണ്ട് കറങ്ങി ഒന്നും കൂടെ ഫ്രീ അങ്ങോട്ട് കാലി ആളെ കൊണ്ട് പോവാമോ, അതാ ഒരു ട്രിപ്പ് കൂടെ കറങ്ങി വരാമോ? നോക്കാം, എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. നമുക്ക് തീരുമാനം എടുക്കാം. മലയാളി എന്തോ ചൂണ്ടിക്കാണിക്കുന്നത് നോക്കാം. നമുക്ക് അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. മറ്റേ വണ്ടിയില്ലേ? നമ്മൾ ചായ കുടിക്കുകയാണ്. സ്ട്രോങ് ഉള്ളവർ സ്ട്രോങ് ആയിട്ട് കുടിക്കൂ. വാഴയ്ക്കപ്പം പരിപ്പോടെയൊക്കെ നോക്കിപ്പോയി ബന്നാണ് കിട്ടിയത്. ബ്രെഡ് പാലി നിനക്കെന്താ തോന്നണ? എന്ത് ചായ? ഇവിടെ നല്ല നല്ല വ്യൂ അല്ലേ? സൂപ്പറല്ലേ? നീയേ ഉള്ളൂ നഷ്ടമായിട്ടുള്ള മാറിയില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി നേരെ വണ്ടി കൊണ്ട് ഷെഡിലിടുക, നേരെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സ്ഥലത്ത് ബൈക്കിലോ എങ്ങനെയെങ്കിലും വരണം. ഇന്ന് വൈകിട്ട് ഘോഷയാത്രയുണ്ട്. ഏത് ആനയാണ് വരണതെന്ന് നോക്കാനായിട്ട് പോകണം. അപ്പോൾ ഗായ്സ്, നമ്മളങ്ങനെ സന്തോഷപരമായി നമ്മളെ ആറ്റുകാൽ പൊങ്കാല യാത്ര നമ്മൾ എടുത്തു കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഇനി നമ്മൾ വണ്ടി കൊണ്ട് ഷെഡിലിട്ട് മടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.